പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് കുറച്ച് കട്ട് വർക്ക് സാരീസ് കണ്ടാലോ. നമ്മളെപ്പോഴും കാണുന്ന ടൈപ്പ് കട്ട് വർക്കല്ല, ഇതിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. ഇതൊരു ചിക്കു ഷെയ്ഡിൽ വരുന്ന ഒരു സാരിയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലുവിൽ ഇത്രയും തിക്കായിട്ടുള്ള കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടിയാണ് വരുന്നത്. രണ്ട് സൈഡിലും ബോർഡറുണ്ട്. ഈ ഡിസൈൻ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് വേറൊരു മോഡലിലും ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് ഓരോന്നായിട്ട് കാണാം കേട്ടോ. നല്ലൊരു ലാവൻഡർ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഈ കട്ട് വർക്കുകളെല്ലാം ഒരു പേസ്റ്റ് കളേഴ്സിലാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പല്ലുവിൽ ഇച്ചിരി തിക്കായിട്ട് കൂടെ വർക്ക് ഇങ്ങനെയും വരുന്നുണ്ട്. 2349 ആണ് ഇതിൻ്റെ റേറ്റ് വരിക. നമ്മുടെ ഈ ടെസറിലാണ് ഇത് വന്നിരിക്കുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിലുമാണ്. ഇങ്ങനെയാണ് ഈ ബോർഡറിലെ ഈ കട്ട് വർക്ക് വന്നിരിക്കുന്നത്. സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും കൂടിയാണ് വരുന്നത്. ഇങ്ങനെ ബോഡി പാർട്ട് വരുന്നു. ഇനിയിപ്പോൾ കളറിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഡേലൈറ്റിൽ കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ നോക്കിയിട്ട് അത് കൺഫേം ചെയ്താലും മതി ഡൗട്ടുള്ളവർക്ക്. പിന്നെ ഈ ഭാഗത്ത് ഇവിടെ ഈ കട്ട് വർക്കിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു പോർഷൻ വരുന്നുണ്ട്. എങ്ങനെയായാലും അത് വരും, കാരണം ഈ കുത്തുന്ന ഭാഗത്തുള്ള അത്. പക്ഷേ അത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, അത് ചിലപ്പോൾ കംപ്ലൈൻ്റ് ആയിട്ട് വരുന്ന കേൾക്കാം. അതുകൊണ്ടാട്ടോ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഈ കട്ട് വർക്കിൻ്റെ ഇങ്ങനെയുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള പോർഷനിൽ നമ്മൾ ഇങ്ങനെ കട്ട് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഒരു പ്രോബ്ലമാണ് അത്. പിന്നെ ബോഡി പാർട്ടിൽ ഇങ്ങനെ തന്നെ ആ വർക്ക് വരുന്നുണ്ട്. എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും കൂടെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വന്നിട്ടുണ്ട്. സ്ലീവിൻ്റെ എൻഡിലും വരുന്നുണ്ട്. പീച്ച് ഷെയ്ഡ്, ഇപ്പം ഞാൻ പറഞ്ഞാൽ ഏത് കളർ ടോണുകാർക്ക് അനുയോജ്യമായ കളേഴ്സിലാണ് ഇതിൻ്റെ എല്ലാം വന്നേക്കണം. പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത, ഈ നമ്മൾ കട്ട് വർക്ക് സാരീസ് ഞാൻ ഒത്തിരി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഡിസൈൻ ഈ പല്ലു പോർഷനിൽ ഇച്ചിരിയോടെ തിക്കായിട്ട് തന്നെ കുറച്ചുകൂടെ വീതിക്ക് തന്നെ ഈ പോർഷൻ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ ഡിസൈൻ തന്നെ വരുന്നുമുണ്ട്. റേറ്റ് വരുന്നത് 2349 ആണ്. ഇങ്ങനെയാണ് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ വരുന്നത്. സോഫ്റ്റ്, നമുക്ക് 1 ലെയർ ആയിട്ടും അതുപോലെ അടുക്കി കുത്തിയൊക്കെ ഉടുക്കാവുന്ന ഒരു മെറ്റീരിയലിലുമാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ടും വരുന്നത്. ഇത് പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഡിസൈനുകളെല്ലാം സെയിം തന്നെ. ഞാൻ പിന്നെ ഇത് വിടർത്തി തന്നെ കാണിച്ചു എന്നേ ഉള്ളൂ, കാരണം കണ്ടാലല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ മടക്കി വെച്ചിട്ട് കാണിച്ചാൽ അതെന്താണെന്ന് നമുക്ക് വ്യക്തമാവില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. പല്ലുവിൽ ഇത് എല്ലാത്തിൻ്റെയും പോലെ തന്നെ ഞാൻ കാണിച്ചിരിക്കുന്നത് 4 കളേഴ്സാണ്. 4ഉം പേസ്റ്റ കളേഴ്സാണ്. അതിനെല്ലാത്തിനും ഇത്രയും വീതിക്ക് തന്നെ ഈ പല്ലു പോർഷനിൽ വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ബോർഡർ വരിക. 2 സൈഡിലും ബോർഡർ വരുന്നു. ഈ ഭാഗത്ത് ഇത് ഇവിടെ ഈ കുത്തുന്ന സൈഡ് വരെ വരുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് ലെങ്ത്തും വിഡ്ത്തും എല്ലാം ഉള്ള ഒരു സാരിയാണ്. റേറ്റ് വരുന്നത് 2349. ഇത് ഡിഫറെൻറ്റ് ടൈപ്പ് ആട്ടോ. ഞാൻ ഇത്രയും നേരം കാണിച്ചിരുന്നത് ഒരു റേറ്റിൻ്റെ. ഇതിപ്പോൾ വരുന്നത് 3925. ഇതൊരു സിൽക്ക് ബ്ലെൻഡ് ചെയ്ത ഒരു മെറ്റീരിയലാണ്. ഇതുണ്ട്, സോഫ്റ്റാണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു, അതുപോലെ ഇതിൻ്റെ കളറും ഒരു വെറൈറ്റി കളറിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. നല്ല ഭംഗിയുള്ള കട്ട് വർക്ക് ആൻഡ് എംബ്രോയ്ഡറി വർക്ക്, അതുപോലെ സ്കാറ്റേഡായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ബോഡി പാർട്ടിലും ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കിത് അത്യാവശ്യം ഒന്ന് വാഷ് ചെയ്തെന്ന് ഓർത്തിട്ടൊന്നും ഒരു പ്രോബ്ലം ഇല്ല. നമ്മൾ ടെസറൊക്കെ പ്യുവർ ടെസറൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്കത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പോലും പറ്റത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് വാഷ് ചെയ്തെന്ന് ഓർത്തുകൊണ്ട് യാതൊരു പ്രോബ്ലവും വരത്തില്ല. ഇങ്ങനെയാണിത് വരിക. ഇതാണ് ഇതിൻ്റെ വിത്ത് ബ്ലൗസ് വരുന്ന. ബ്ലൗസ് പീസിൻ്റെ ബാക്ക് പോർഷനിലും സ്ലീവിൻ്റെ എൻഡിലും ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഒലിവ് ഗ്രീൻ ഷെയ്ഡാട്ടോ ഇതിൽ വരുന്നത്. ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെ. ഇപ്പം ഞാൻ ഈ കാണിച്ചത് കേട്ടോ, നല്ല ഭംഗിയുള്ള കട്ട് വർക്ക്, നല്ല രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത് പല്ലുവിൽ. പിന്നെ സ്കാറ്റേഡായിട്ട് എംബ്രോയ്ഡറി വർക്ക്, സൈഡ് ബോർഡർ ഇങ്ങനെ സെൽഫായിട്ടുള്ള തന്നെ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും 2 സൈഡിലും ഈ ബോർഡർ വരുന്നുണ്ട്, ഈ കുത്തുന്ന ഭാഗം വരെ. പിന്നെ ഇങ്ങോട്ട് പ്ലേറ്റ്സിൻ്റെ ഭാഗത്ത് കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും അതുപോലെ ഹാഫായിട്ട് എംബ്രോയ്ഡറി വർക്കും. അങ്ങനെയാണ് ഇതെല്ലാം വരുന്നത്. ഇങ്ങനെ തന്നെ ഇത് വരുന്നു. പിന്നെ ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ബാക്ക് പോർഷനിലും ഈ ഡിസൈൻ വരുന്നു. 3925 ആണ് റേറ്റ്. ഇതൊരു ബ്ലൂ ഷെയ്ഡ്, സ്കൈ ബ്ലൂ അല്ല കേട്ടോ, പക്ഷെ നല്ലൊരു ബ്ലൂ ഷെയ്ഡ്. ഇപ്പോൾ ഏത് കളർ ടോണാണ്, ഇപ്പോൾ ചില കളർ കുറഞ്ഞവർക്കൊക്കെ നല്ലൊരു കളർ പാറ്റേണാണ് ഇത്. ഇത് ലോവർ പോർഷനിൽ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഈ പോർഷനിൽ ഈ കുത്തുന്ന ഭാഗം വരെ നമുക്ക് പ്ലേറ്റ്സ് എടുക്കുന്ന ആ ഭാഗം വരെ വരുന്നുള്ളൂ.
പിന്നെ ഹാഫായിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്കും അതുപോലെ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. 3925 ആണ് റേറ്റ്. വിത്ത് ബ്ലൗസ് പീസിൻ്റെ ബാക്കിലും അതുപോലെ സ്ലീവിൻ്റെ എൻഡിലും ഈ ഡിസൈൻ തന്നെ എംബ്രോയ്ഡറി വർക്ക് തന്നെ വരുന്നുണ്ട്. സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക്. ഇതിൻ്റെ കളറ് സെയിം തന്നെ, പാറ്റേണും എല്ലാം, പക്ഷേ ഡിസൈനിൽ മാറ്റമുണ്ട്. ഇത് ഒരു ഡിസൈനാട്ടോ. എംബ്രോയ്ഡറി വർക്കിലും ആ കട്ട് വർക്കിലും ഇതിനെ അപേക്ഷിച്ച് സ്വല്പം ഡിഫറൻസ് വരുന്നുണ്ട്. കളറെല്ലാം സെയിം. റേറ്റ് 3925. ഇത് ലാവണ്ടറിൻ്റെ ഒരു ഷെയ്ഡാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. നല്ല ഭംഗിയുള്ള ഡിസൈൻ. വിത്ത് ബ്ലൗസ് ബാക്ക് പോർഷനിലും സ്ലീവിൻ്റെ എൻഡിലും സെൽഫായിട്ട് തന്നെയുള്ള ഡിസൈനാണ് വരുന്നുള്ളൂ. ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. ഈ ഭാഗം വരെ ഫുള്ളായിട്ടും വരുന്നുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഹാഫായിട്ടും. അപ്പോൾ സെയിം കളറിൽ ഡിസൈനിൽ ഡിഫറൻസ് ഉണ്ട്. ഇത് മറ്റൊരു ഡിസൈൻ. ഈ കട്ട് വർക്ക് ഇതുണ്ടോ, എങ്ങനെയാണ് ഇതിൻ്റെ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നത്. വളരെ സോഫ്റ്റായിട്ട് ഉണ്ട്, ചുളുങ്ങുന്ന മെറ്റീരിയലൊന്നുമല്ല, വെയ്റ്റ്ലെസ്സും ആണ്. റേറ്റ് 3925. ഇത് മറ്റൊരു ഷെയ്ഡാട്ടോ. ഡിസൈൻ എല്ലാം സെയിം തന്നെ, റേറ്റും സെയിം, മെറ്റീരിയലും സെയിം. കളർ ഡിഫറൻസ് മാത്രം. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. ബോഡി പാർട്ടിൽ സ്മോളായിട്ട് തന്നെ ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നു. പിന്നെ ഈ ഡിസൈൻ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. പല്ലുവിൽ ഇത്രയും ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ വിത്ത് ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ബാക്ക് പോർഷനിലും ആ എംബ്രോയ്ഡറി വർക്ക് സെൽഫായിട്ട് തന്നെ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇത് ഓൾ ഓവർ വരിക. നമുക്കിത് 1 ലെയറായിട്ടും അതുപോലെ അടുക്കി കുത്തിയെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഹാഫായിട്ടാണ് ഇതിൻ്റെ വർക്കും വരുന്നത്. എല്ലാം വെറൈറ്റി കളേഴ്സ് ആട്ടോ. എനിക്ക് തന്നെ ഇത് കറക്റ്റ് കളർ എന്താണെന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം കാണുമ്പോൾ അറിയാലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ കളറിൽ എന്തെങ്കിലും ഡിഫറൻസ് തോന്നുവാണെങ്കിൽ നമ്മളെ ഒന്ന് വീഡിയോ കോളിൽ വിളിച്ച് നോക്കി നമുക്ക് കണ്ട് പർച്ചേസ് ചെയ്യാം. പിന്നെ ഷോപ്പിൽ വരുന്ന പർച്ചേസ് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഷോപ്പ് എവിടെയാന്ന്. വണ്ണപ്പുറത്ത്, അതായത് തൊടുപുഴ അടുത്ത് വണ്ണപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ ഷോപ്പ് ഇരിക്കുന്നത്. ടൗണിൽ നിന്ന് കുറച്ച് മൂവാറ്റുപുഴ റോട്ടിലേക്ക് മാറി ആണ് ഞങ്ങളുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. ബോഡി പാർട്ട് ഇങ്ങനെ ഹാഫായിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും എല്ലാം കൂടെ വരുന്നു. വിത്ത് ബ്ലൗസ് പീസിലും ഈ ഡിസൈൻ വരുന്നുണ്ട്. റേറ്റ് 3925. ഇതൊരു ചിക്കു ഷെയ്ഡ്. ഡിസൈനുകളെല്ലാം തന്നെ ഡിഫറെൻ്റ് ആണ്. ഇത് കണ്ടോ. പിന്നെ ഇതിൻ്റെയൊക്കെ പ്രത്യേകത ഈ പല്ലുവിൽ കുറച്ചുകൂടെ കൂടുതലായിട്ട് ഈ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടെ ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെയൊക്കെ ആ ഒരു പ്രത്യേകതകൾ വരുന്നത്. പിന്നെ വിത്ത് ബ്ലൗസ് പീസിൻ്റെ ബാക്ക് പോർഷനിലും സ്ലീവിൻ്റെ എൻഡിലും എംബ്രോയ്ഡറി വർക്ക് സെൽഫായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എല്ലാം സെയിം തന്നെ. പിന്നെ ഞാൻ ഓരോന്നേ ഒന്ന് വിടർത്തി കാണിച്ചു തന്നെയെന്ന് വെച്ചാൽ പിന്നെ ഇത് കണ്ട് നമുക്ക് ഡൗട്ട് പരിഹരിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ ഈ സാരി വെയ്റ്റ്ലെസ് ആണ്, അതുപോലെ ട്രാൻസ്പെറൻ്റ് അല്ല, അങ്ങനെ ചുളുങ്ങുന്ന ഐറ്റവും അല്ല. റേറ്റ് വരുന്നത് 3925 ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 3585. ഇപ്പം ഞാൻ കാണിച്ചിരുന്ന ഒരു പീച്ചില്ലേ, അതേ ഡിസൈൻ തന്നെ. ഡിസൈൻ എല്ലാം സെയിം. പിന്നെ ഇവിടെ ഒരു സ്വല്പം ഈ വർക്കിൻ്റെ ഇത് ഡിഫറൻസ് കുറച്ച് മാറ്റം വരുന്നുണ്ട് മറ്റതുമായിട്ട്. പിന്നെ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും എല്ലാം വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇത്. ഞാൻ 1 ലെയറായിട്ടാണ് ഇത് ഇട്ടേക്കണേ. അപ്പോൾ നമുക്കറിയാലോ ഇത് ട്രാൻസ്പെറൻ്റ് അല്ല എന്നും. ബോഡി പാർട്ടിൽ ഈ എംബ്രോയ്ഡറി വർക്ക് ഫുള്ളായിട്ടും വരുന്നുണ്ട്. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് ഞാൻ എല്ലാത്തിൻ്റെയും കാണിക്കുന്ന പോലെ തന്നെ ഹാഫായിട്ട് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് ഇത്രയാണ് ഈ വർക്ക് വരുന്നതെന്ന് കാണിക്കുന്നത് തന്നെയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരിക. ഇത് സ്ലീവിൻ്റെ എൻഡിൽ വരുന്നു, ബാക്കി പോർഷനിൽ വരുന്നു. അപ്പോൾ ഞാൻ ഈ കട്ട് വർക്കിൻ്റെ ഡിഫറെൻറ്റ് മോഡൽസ് കാണിച്ചിട്ടുണ്ട്. അതിലേതാ ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.